ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവവചനം ശ്രവിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം തിരുവചനം. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. പിതാവായ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിൽ അഭിലാഷമർപ്പിക്കുവിൻ. ഈ ദൈവവചനം ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ദൈവവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വായിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനത്തിൽ അഭിലാഷമർപ്പിക്കുന്നത്. അത് ആവേശത്തോടെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. വിസ്ഡം എങ്ങനെ കിട്ടും, പരിശുദ്ധാത്മാവിനെ എങ്ങനെ ലഭിക്കും എന്ന് ഉള്ള ചോദ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറുപടിയാണ് വചനത്തോട് ആവേശപൂർവം വചനം സ്വീകരിക്കുക, വചനം വായിക്കുക. ആ വചനങ്ങളിൽ വിശ്വസ്തയോടെ അത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുമെന്ന് വിശ്വസിക്കുക. ഇങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് ജ്ഞാനം ലഭിക്കുകയും പരിശുദ്ധാത്മാവിനാൽ അവർ നിറയുകയും ചെയ്യും. ദൈവവചനം ശ്രവിക്കുന്ന, ഈ ദൈവവചനം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കട്ടെ എന്നും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെല്ലാവരും ജ്ഞാനത്താൽ നിറയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നിങ്ങൾക്കായി ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.